ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന്, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് കാണാൻ പോകുന്നത്. ആദ്യം ഇതിന് ഓരോ ലെവൽ അൺലോക്ക് ചെയ്യുമ്പം നമ്മൾ ഓരോ കമ്പോണൻസ് വൈസ് അൺലോക്ക് ആവും. ആ കമ്പോണൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലെവൽസ് നമുക്കൊരു സർക്യൂട്ട് ബിൽഡറിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ സൈറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് VS Code ഡൗൺലോഡ് ചെയ്യുക. VS Code നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഇതനുസരിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിന് നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. സൈറ്റിൻ്റെ പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഈ വീഡിയോയിൽ കാണിച്ച പോലെ 5 ന്യൂ ഫയൽസ് ഉണ്ടാക്കുക. അതിൽ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് index.html ആണ്. ഇതിലായിരിക്കും മെയിൻ സ്റ്റൈലിങ്. അതായത് സൈറ്റ് തുറക്കുമ്പം അതിൽ സൈറ്റിൻ്റെ പേര് അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കോഡിൽ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ടാഗ് ലൈന് പോരാഞ്ഞിട്ട് വെൽക്കം ടു ഇന്ന സൈറ്റ് അതൊക്കെ കാണാൻ പറ്റുന്നത് ഈ HTML ഫയലിലായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് quiz.html ആണ്. ഇതിൽ ക്വിസ് തുടങ്ങുമ്പം അതിലെന്തൊക്കെയാണ് വരുന്നത്, അതായത് ബട്ടൺസും അതിൻ്റെ ടൈമറും ഒക്കെ എങ്ങനെ അലൈൻ ചെയ്ത് വരണം എന്നൊക്കെ ഉള്ളത് ഈ quiz.html ആണ്. ഇനി script.jsൽ നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. ഇതിലാണ് നമ്മുടെ മെയിനായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരേണ്ടത്, അതിൻ്റെ ആൻസേഴ്സും കറക്റ്റ് ആൻസേഴ്സും ഒക്കെ വരുന്നത് ഈ script.jsലാണ്. നമുക്കിപ്പം എത്ര ക്വസ്റ്റ്യൻസ് വേണേലും എത്ര ലെവൽ വേണേലും നമുക്ക് ഇതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ലെവല്, എൻഡ് ചെയ്യേണ്ട ലെവല്, എത്ര ടൈമുണ്ട്, ടൈമർ എങ്ങനെ വർക്ക് ചെയ്യണം, ടൈമറൊക്കെ കോൾ ചെയ്യുന്നതൊക്കെ ഈ ഫംഗ്ഷനിലാണ്. ഈ ക്വിസ് ബട്ടൺസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതും ഈ script.js എന്ന കോഡിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പിന്നെയും ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ script.js നോക്കിയാൽ മതി. ഇനി നമ്മൾ style.css എന്നുള്ള ഒരു ഫയലിൽ നമുക്കിതിൻ്റെ സ്റ്റൈലിംഗ് കൊടുക്കും. കാരണം നമുക്ക് ജസ്റ്റ് ഒരു പ്ലെയിൻ സൈറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് നമ്മൾ തുടക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ബട്ടൺസിൻ്റെ കളറ്, നമ്മൾ ഓപ്ഷൻസ് നിൽക്കുമ്പം അതിൻ്റെ കളറ്, അതിൻ്റെ ആനിമേഷൻ, നമുക്ക് എവിടെയൊക്കെയാണ് അലൈൻഡ് ആയിട്ടുള്ളത്, ഇങ്ങനെ ഹെഡിങ്സ് വരണം, എത്ര സൈസിൽ വരണം, എത്ര ബോർഡർ വരണം, അതൊക്കെ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലൂ എന്ന് കൊടുത്ത സ്ഥലത്ത് നമ്മളിപ്പോൾ ബ്ലാക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടും. ഇനി circuit.html നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്യുന്നു. ഇതിൽ മെയിൻലി വരുന്നത് ഏതൊക്കെ കമ്പോണൻസ് ആണ് അൺലോക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിൽ എങ്ങനെയൊക്കെ അതായത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവുന്നത് സ്ക്രിപ്റ്റ് വഴിയാണ്. പക്ഷേ എന്തൊക്കെ എലമെൻറ്റ്സ് അൺലോക്ക് ആവുന്നു എന്ന് പറയുന്നത് ഈ circuit.html ആണ്. ഇതിൽ തന്നെ നമ്മൾ ആ ക്വിസ് കഴിഞ്ഞ് പോകുമ്പോഴുള്ള ആ അലൈൻമെൻറ്റും സ്റ്റൈലിങ്ങും ഒക്കെ ഈ style.cssലാണ് വരുന്നത്. ഇതിനി നമ്മൾ കോഡ് ഇതൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവ് സെർവർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസിൽ പോവുക, ലൈവ് സെർവറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ index.html ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അതിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ക്രോം സൈറ്റിൽ പോയിട്ട് ഇതെങ്ങനെ കാണും, ഇത് വേറൊരാൾ യൂസ് ചെയ്യുമ്പോൾ അയാളുടെ POV വെച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഈ സൈറ്റിൻ്റെ വർക്കിംഗ് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്വിസിൽ കയറുന്നു, അതിൽ എല്ലാ ആൻസറും കറക്റ്റായിട്ട് കൊടുക്കുന്നു. 100% കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അവസാനം സർക്യൂട്ട് ബിൽഡറിലോട്ട് പോകുന്നു. അവിടെ ലെഫ്റ്റിൽ നമുക്ക് സർക്യൂട്ട്സൊക്കെ അൺലോക്ക്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് കാണും. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി നമുക്ക് സർക്യൂട്ട്, അതായത് ബ്രെഡ് ബോർഡിലേക്ക് വെച്ചിട്ട് നമുക്കിത് കറക്റ്റാണെന്ന് നോക്കാം. പക്ഷേ ഞങ്ങൾ ചെയ്തതിൽ അത് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ കറൻ്റ്ലി ഈ സൈറ്റിൽ 3 ലെവൽസും ഒരു 25ഓളം കമ്പോണൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ AI ബേസ്ഡ് ആയിട്ട് 4-5 കൂടുതൽ ലെവൽസും പിന്നെ കൂടുതൽ എലമെൻറ്റ്സും അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇതിലിപ്പം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ മാത്രമേ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചറും ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ആഡ് ചെയ്യും. അതിനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കോഡ് വേണം. അതിന് നമുക്ക് ടൈം എടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.